മൂന്ന് മക്കളും വലിയ ബിസിനസ്സുകാര്. അതെ അതെ അതിന്റെ അഭിമാനവും സന്തോഷവും അച്ഛന്റെ മുഖത്തുണ്ട്. മൂന്ന് മക്കളും ബിസിനസ്സുകാരാ. അതെ അച്ഛാ, നമ്മുടെ നെയ്ബർ വിശ്വട്ടൻ അച്ഛന് ഒരുപാട് സമയമായിട്ട് മൂന്ന് മക്കളും ബിസിനസ്. വിശ്വട്ടൻ അന്വേഷിക്കുക, അച്ഛനെ കൂടെ ചെല്ല്. സാധാരണ ഞാൻ പോയിട്ട് ആള് ഭയങ്കര യങ്ങാണല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ വരും, എന്റെ ഡാഡി അല്ലേ. ഓ അതെ, നമ്മളെ ബിസിനസ്സുകാരാക്കിയ സുധീട്ട് അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛന് മനഃപൂർവ്വം സുധീർ അവിടെ നിന്ന് ഒഴിവാക്കിയതാ. എനിക്ക് ദേഷ്യം വേണ്ട. മോം പ്ലീസ്. ദിസ് ഇസ് മൈ മദർ. ഓ നമസ്കാരം. പ്രൊഫഷണൽ ഡാൻസർ. എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് അക്കാദമി തന്നെ ഉണ്ട്. ഓ റിയലി? സ്റ്റേജ് കുറച്ചു പേര്. കേട്ടില്ലേ, സ്കൂളില്ലേ അത്? കൺട്രോൾ കൺട്രോൾ സച്ചേട്ടാ. അതും പിള്ളേരൊന്നും വരാത്തോണ്ട് പൂട്ടും ചെയ്തില്ലേ. കൺട്രോൾ കൺട്രോൾ സച്ചേട്ടാ. മുംബൈയിലൊക്കെ പ്രോഗ്രാമിന് വന്നൂടെ? ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ളവരൊക്കെ വരാറുണ്ട് അവിടെ. ഞാൻ വന്നിട്ടുണ്ട് 3 വട്ടം. ഓ സച്ചേട്ടാ, 3 times. സുധി, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടി നിങ്ങൾ ഭാഗ്യവാനാണ്. ഐ എം സോ ലക്കി. സുധി, നിന്റെ ബ്രദേഴ്സ് അവിടെ? അവരിവിടെ ഉണ്ടായിരുന്നു. സാർ വരൂ, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ചെല്ലട്ടെ. സ്വന്തമായിട്ട് അക്കാദമി, ബോംബെയില് പ്രോഗ്രാം. എന്റെ ചന്ദ്രയെ, നിന്റെ ഒരു നാക്ക്. സർ, ഇതാണ് എന്റെ ബ്രദേഴ്സ്. ഇത് സച്ചി, ഇത് ശ്രീകാന്ത്. ഇവർ രണ്ടുപേരും ഇവരുടെ ഭാര്യമാര്. ഓ ഹായ് മിസ്റ്റർ സച്ചി. You are running a big travel agency, am I right? Yeah. Oh, yeah. You have 50 cars, right? 50. 50 കാർ. ഇപ്പൊ എനിക്ക് 50ഓളം കാറുണ്ട്. ഇനി ഈ വർഷം ഒരു 30ഓളം കാർ കൂടി വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. വലിയ വലിയ കമ്പനിയിൽ നിന്നൊക്കെ ഓഫേഴ്സ് വന്നു. പക്ഷെ എന്റെ ടേസ്റ്റിനകത്ത് കാർ അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതെ. അടുത്ത വർഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്റെ ട്രാവൽ ഏജൻസിയുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നു. That's good. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരെയാണ് എനിക്കിഷ്ടം. ഇന്ത്യയിൽ മാത്രമല്ല സർ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഞാൻ ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട്. അതിനുള്ള എല്ലാ ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാ. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ജപ്പാനിൽ നിന്നും തിരികെ വന്നത്. വാവ്. ജപ്പാനോ? ഓവറാക്കല്ലേ, കുറയ്ക്ക്. വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇന്ത്യയിൽ ഉണ്ടാവാറുള്ളൂ. കൂടുതൽ സമയം ഞാൻ പുറത്താണ്. സർ, ഇതാണ് എന്റെ വൈഫ് രേവതി. വൈഫ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് സർ, എന്ത് ബിസിനസ്സാ? അത് ഞാൻ പൂവൊക്കെ. പൂന്തോട്ടം. രേവതിക്ക് സ്വന്തമായി 50 ഏക്കർ പൂന്തോട്ടമുണ്ട്. 50 ഏക്കർ. പിന്നെ ഈ പൂക്കളൊക്കെ ഫോറിലേക്ക് എക്സ്പോർട്ട്. അത് ഞാൻ പറഞ്ഞ സാധനം കയറ്റി അയക്കും. That's a very good business. പൂക്കൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആണോ? ഏത് പൂ വേണം? എത്ര മുഴം വേണം സാറേ? പറഞ്ഞാ മതി, ഞാൻ കെട്ടിത്തരാം. എവിടെ കൊണ്ട് തരണം? What? അതുപോലെ സാർ, ഞങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ബൊക്ക കെട്ടി തരാമെന്ന് പറഞ്ഞതാ അല്ലെ? അതൊന്നും വേണ്ട, ഞാൻ വന്നപ്പോ ഒന്ന് കിട്ടിയായിരുന്നു. കിട്ടി. മിസ്റ്റർ ശ്രീകാന്ത്, ഹായ് സർ. ഹോട്ടൽ ബിസിനസ് നടത്തുകയാണല്ലേ? അതെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ ഓണം. എന്താണ് താങ്കളുടെ വിജയരഹസ്യം? സർ, നന്നായിട്ട് കുക്ക് ചെയ്യും. അതന്നെ. കുക്ക് ചെയ്യുന്നു? അതെ, നന്നായി കുക്ക് ചെയ്യുന്നൊരു ഷെഫ്. അതാണല്ലോ ഹോട്ടലിന്റെ ഐശ്വര്യം. അത്തരം നിരവധി ആൾക്കാർ എന്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാരെ കണ്ടെത്തി എടുക്കുന്നതാണ് എന്റെ വിജയരഹസ്യം. ഇപ്പോഴും ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ശ്രീകാന്ത് ഒരു ഹോട്ടൽ ഓണറായിട്ട് എത്ര കാലമായി? സർ, ഒരു ദിവസം. അതെ, എല്ലാ ദിവസവും ഇന്നാണ് ഹോട്ടൽ തുടങ്ങിയെന്നുള്ള ചിന്തയില്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതാണ് വർഷം ഉദ്ദേശിച്ചത് അല്ലെ? സൂപ്പർ. നീ നന്നായിട്ട് മാനേജ് ചെയ്തു. എന്ത്? അല്ല, എല്ലാ ദിവസവും ഞാനൊരു പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഇവൻ മാനേജ് ചെയ്യും. അതാണോ? അതനുസരിച്ച് മാനേജ് ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ സർ, എന്നെ ഹോട്ടൽ ഓണർ ആക്കി തന്നെ ഈ സുധിയേട്ടനാ. ഓ ഗ്രേറ്റ്. പിന്നെ എന്റെ ഫാമിലി സപ്പോർട്ട്, അവരാ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. വെരി ഗുഡ്. താങ്ക് യു സർ. സർ, ഇതാണ് എന്റെ വൈഫ് വർഷ. ഹലോ സർ. ഹലോ. എന്താണ് വർഷ ചെയ്യുന്നത്? സർ, ഐ എം എ ഡബിംഗ് ആർട്ടിസ്റ്റ്. ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, 3 എണ്ണം. 3 സ്റ്റുഡിയോ? ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ, മുന്നേ പറഞ്ഞതുമില്ല. അതെ, നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് ചെയ്തിരുന്നു. സാറ് ബിസി ആണല്ലോ, അപ്പൊ സാറിന്റെ സമയം കളയേണ്ടെന്ന് കരുതി ഈ പരിചയപ്പെടല് ലിസ്റ്റ് ഇട്ടിരുന്നില്ല. അതാ വർഷ ചോദിച്ചത്. അല്ലേ വർഷേ? ഓ കുഴപ്പമില്ല. ഈ ഒരു ദിവസം ഞാൻ സ്തുതിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയല്ലേ? ഓ താങ്ക് യു സർ. അച്ഛൻ വീണ്ടും അടുത്ത കുരിശു വിട്ടു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. സർ, നമുക്ക് കേക്ക് ആയിക്കോട്ടെ. അച്ഛൻ വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള ആളാ. അച്ഛൻ വഴക്ക് പറയാൻ താമസിച്ച എനിക്ക് തോന്നി. ഈസ് എ സിമ്പിൾ മാൻ ബട്ട് വെരി ജീനിയസ്. അതെ. സാർ, അമ്മയെ കിട്ടിയതുപോലെ തന്നെ ഈ അച്ഛനെ കിട്ടിയതും ഞങ്ങളെ 3 മക്കളുടെയും വലിയൊരു ഭാഗ്യമാണ്.
സർ വരൂ സർ, സമയം തെറ്റി അച്ഛന് ദേഷ്യം വരും. സമാധാനം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? നിങ്ങളെ പോലെ കള്ളം പറയാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഓ നീ പിന്നെ കള്ളം പറയാത്ത ആളാണല്ലോ. ഞാൻ നിങ്ങളോട് എപ്പോഴാ കള്ളം പറഞ്ഞ? ഞാനങ്ങനെ കള്ളം പറയാറൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചേ. എന്റെ അച്ഛൻ പിന്നെ രാവിലെ ഇരുന്നിട്ട് കള്ളം പറയാനായിട്ട് ക്ലാസ് എടുക്കല്ലേ. സുധിക്ക് വേണ്ടിട്ട് ചുമ്മാ അടിച്ചു വിട്ടല്ലേ ഞാൻ. ശ്രീകാന്ത്, നിന്റെ ചേട്ടനുണ്ടല്ലോ, സമ്മതിക്കണം, ഒരു 1.5 മുതല്. എന്നാ നമുക്ക് കേക്ക് മുറിച്ചാലോ? ആ ശരി സർ. ശ്രുതി കട്ടി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി സുധി. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി ടു ബോത്ത് ഓഫ് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ, ഇവർക്ക് ആശംസ അറിയിച്ച് രണ്ടു വാക്ക് സംസാരിച്ചത് നന്നായിരുന്നു. പേരൻസ് സംസാരിക്കുന്നതല്ലേ നല്ലത്. അച്ഛാ സംസാരിക്കേ. ഞാനെന്ത് പറയാനാ? ചെല്ല്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. സുധിക്കും വിവാഹ വാർഷികാശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാനും എന്റെ ഭാര്യ ചന്ദ്രയും ഭാഗ്യം ചെയ്തവൻ. ഞങ്ങൾക്ക് ദൈവം നല്ല 3 ആൺമക്കളെ തന്നു. ഒരു മകളില്ലല്ലോ എന്നുള്ള വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു അല്ലെ. 3 മരുമക്കൾ വന്നതോടെ ആ വിഷമവും മാറി. ഇവര് 3 പേരും ഞങ്ങൾക്ക് മക്കളെ പോലെ തന്നെ. സുധി പോകുന്ന വഴിയോർത്ത് കുറച്ച് വേവലാതി ഉണ്ടായിരുന്നു. സുധിയുടെ ജീവിതം മാറിയത് ശ്രുതിമോൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെയാണ്. അവനൊരു വലിയ ഷോറൂമിന്റെ ഓണറാണ്. അവൻ ആ നിലയിലെത്താൻ കാരണം ശ്രുതിമോള്. സുധി മാത്രമല്ല, എന്റെ 2 മക്കൾ വന്ന് വലിയ നിലയിലാണ്. 3 പേരും നല്ല നിലയിലെത്തുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊരു ബസ് ഡ്രൈവറായിരുന്നു. നേർവഴിക്ക് മാത്രമേ ഞാൻ ഇന്നവരെ സഞ്ചരിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്നവരെ ആരെയും ഞാൻ ചതിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് ജീവിച്ചു. നമ്മൾ അങ്ങനെ ജീവിച്ചാല് വയസ്സാം കാലത്ത് നമ്മുടെ മക്കൾക്ക് അതിന്റെ ഫലം കിട്ടും. ഞാൻ ഓട്ടോ ഒക്കെ നിർത്തി ബാറ്റൺ എന്റെ മക്കൾക്ക് കൈമാറി. ഇനി അവരോടട്ടെ മുന്നിലെത്തണം, വിജയിക്കണം. ജീവിതത്തിൽ മുന്നിലെത്തണമെങ്കിൽ അവർ അച്ഛനമ്മമാരുടെ വാക്കുകൾ കേൾക്കണം, ഭാര്യമാർ പറയുന്നത് കേൾക്കണം, കഠിനാധ്വാനം ചെയ്യണം. പിന്നെ എല്ലാത്തിനുപരി മനസ്സിലെ സ്നേഹവും നന്മയും സത്യസന്ധതയും വേണം. എന്റെ മക്കളെ 3 പേരും അങ്ങനെയുള്ളവരാ. കുടുംബം എന്നാലൊരു തോണി പോലെയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തൊരുമയോടെ ആഞ്ഞു തുഴഞ്ഞാൽ മാത്രമേ ആ തോണി പെട്ടെന്ന് കരയ്ക്കെത്തൂ. നമ്മളുടെ കുടുംബം മറ്റു കുടുംബങ്ങൾക്കെല്ലാം ഒരു മാതൃകയാകും. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ശ്രുതിക്കും ഇതുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കും. രവിയേട്ടാ, ഇനി ഞാൻ സംസാരിക്കാം. അച്ഛാ മൈക്ക് സമയം തീരെ കുറവാ. സർ, സാറിന്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഞങ്ങൾക്ക് 2 വേണം. സോ കൈൻഡ്ലി ഫ്യൂ വേർഡ്സ് പ്ലീസ്. ഓ ഷുവർ. ഹലോ എവരിവൺ. സർ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഒരു ഫാമിലി എങ്ങനെ ഇരിക്കണമെന്ന് സർ കറക്റ്റായി പറഞ്ഞു. ഒരാൾ മുന്നിലെത്തിയാൽ അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ കുടുംബമായി. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് പ്രധാനമാണ്. കുടുംബം കൂടെ ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. സർ, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ കുടുംബത്തെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ശ്രുതിക്കും എന്റെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ വെരി മച്ച്. ഇവർക്ക് വേറൊരു ഗിഫ്റ്റ് കൂടി ഞാനിപ്പോ കൊടുക്കാൻ പോവാണ്. വേറെ ഗിഫ്റ്റോ? എന്റേത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. എന്റെ കമ്പനി പ്രോഡക്ട്സ് കേരളത്തിൽ സെയിൽ ചെയ്യാനായി ഒരു ഡീലർ വേണം. കേരളത്തിലെ വലിയ ബിസിനസ്സുകാർ ഡീലർഷിപ്പിനായി എന്നെ സമീപിച്ചിരുന്നു. വലിയ ബിസിനസ്സുകാർക്ക് ഡീലർഷിപ്പ് നൽകുന്നതിനേക്കാൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആസ്പയറിംഗ് ടാലന്റഡ് യങ്സ്റ്റേഴ്സിന് കൊടുത്താൽ അതായിരിക്കും എന്റെ ബിസിനസിന് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ നോക്കുമ്പോൾ സുധി ഈസ് എ ഡിസർവിംഗ് യങ്സ്റ്റർ. സെയിൽ ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്ട്സിന്റെ കേരളത്തിലെ ഡീലർഷിപ്പ് ഞാൻ സുധിക്ക് നൽകാൻ തീരുമാനിച്ചു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സുധി, അച്ഛാ അമ്മ മോനെ സുധി. കിട്ടിയല്ലേ? ശ്രീകാന്ത് കൺഗ്രാസ് ചേട്ടാ. സച്ചി കൺഗ്രാസ്. അച്ഛാ ഫുഡിന്റെ കാര്യം. അപ്പൊ എല്ലാവരും ഹാളിലേക്ക് വരണം. അവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സർ, അവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം സർ, സർ അവിടെ നമ്മൾ നന്നായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഡീലർഷിപ്പ് കിട്ടി. നേരായ വഴിയിലൂടെ നേടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് സന്തോഷമില്ലേ? സന്തോഷമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് നല്ലത് നടന്നാ അതിന് സന്തോഷം ഉണ്ടാവില്ലേ? അതാണ് എന്റെ രേവതി. ശ്രുതിക്ക് പാലടത്തിക്കൊന്നും നിന്നെ ഇഷ്ടമല്ല. അവസരം കിട്ടുമ്പോ ഒക്കെ പിന്നീന്ന് കുത്തും. എന്നിട്ടും അവർക്ക് നല്ല നടന്നപ്പോ നീ സന്തോഷിക്കുക. നീ വാ. എന്താ സച്ചേട്ടാ? എന്താ സച്ചേട്ടാ? ചൊറിയുന്നു. നീ എന്റെ പുറം ചൊറിഞ്ഞതാ. എവിടെയാ? താഴെയല്ല, മേളില്. എവിടെയാ? ഇക്കല്ല പറഞ്ഞ ചൊറിയാൻ. ചൊറിയാ. സച്ചേട്ടാ താഴ്ത്തിയിടും നമ്മളെ കേട്. ആ ഓട്ടക്കാരൻ അതോ ലോക്കൽ സാധനം വാങ്ങിച്ചു തന്നത്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. താഴ്ത്തിയിടും അങ്ങോട്ട് മര്യാദയ്ക്ക്. എനിക്ക് ചൊറിയണ്ടേ? എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ തൊട്ടോളാം. മാറോ. കൺഗ്രാറ്റുലേഷൻ ബ്രോ, അങ്ങനെ ഡീലർഷിപ്പ് കിട്ടി. ഇനി എന്നെ മറക്കരുത്. എന്റെ ബ്രോ, ഈ ഡീലർഷിപ്പ് കിട്ടാൻ കാരണം തന്നെ എന്റെ ബ്രോ അല്ലേ? ഞാൻ ബ്രോയെ മറക്കൂ? എന്നോട് കടം വാങ്ങിയത് മറന്നവനാണ് ബ്രോ, അത് ശരിയല്ലേ? ബ്രോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ബ്രോ. അതെനിക്ക് അറിയില്ലേ ബ്രോ. എന്നാ പിന്നെ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങണ്ടേ? അവിടെയെല്ലാം റെഡിയാണ്. ടെൻഡർ അടിക്കാന്നെങ്കിൽ വാ. അത് ഇത്തരം പാർട്ടി നിന്റെ അച്ഛനമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ പോയിട്ട് തുടങ്ങിയ പോരെ. എടാ, നിന്റെ 2 പെഗ്ഗിന് വേണ്ടി അഭിലാഷ് സാറിനെ അത്രമാത്രം വെയിറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? എന്തായാലും അച്ഛനും അമ്മയും അറിയരുത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തുടങ്ങി വെച്ചോ. ഞാൻ അവരോട് ഭക്ഷണം കഴിക്കാൻ പറയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ നിൽക്കില്ല. അച്ഛന് മെഡിസിൻ ഒക്കെ കഴിക്കാനുള്ളതാ. അവരൊക്കെ പൊയ്ക്കോളൂ. ശരി. ഓക്കെ ബ്രോ, ടെൻഡർ അടിക്കാന്നേ മദ്യം. ഇവിടെ അതുണ്ടോ? പിന്നല്ലാതെ. ശ്രുതിയൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല.
നല്ല വില കൂടിയ ഫോറിൻ സാധനങ്ങളൊക്കെയാ വാടിക്കാം. കമോൺ. ഈ വില കൂടിയ ഫോറിൻ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴേ നെഞ്ചിലൂടെ ഇറങ്ങി പോകുന്നത് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? ഞാനിതുവരെ ഈ വില കൂടിയ സാധനമൊന്നും കഴിച്ചിട്ടില്ലേ. അത് സത്യമാണെന്നേ. നല്ല സ്മൂത്ത് ആയിട്ടങ്ങോ. എത്ര അടിച്ചാലും നമ്മൾ സ്റ്റഡി ആയിട്ട്. ഓ അപ്പൊ ബ്രോ അടിക്കുന്നില്ലേ? അത് ഞാനില്ല. അടിക്കരുതെന്ന് വൈഫ് പറഞ്ഞു കാണുമല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഒരു പാർട്ടിക്ക് പോകുമ്പോ ഭർത്താക്കന്മാരോട് ഇങ്ങനെ പറയാത്ത ഭാര്യമാരുണ്ടോ ബ്രോ? കുടിക്കരുതെന്ന് എന്നോടും ഭാര്യ പറഞ്ഞിരുന്നു. എന്ന് വെച്ച് ഞാൻ എന്റെ കടമ നിർവഹിക്കായിരിക്കുമോ? പാർട്ടിക്ക് വന്നിട്ട് കുടിക്കാതെ പോകുന്നത് വലിയ പാവമാണ് ബ്രോ. എനിക്കും കുടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഭാര്യ പോയി ജോലി നോക്കട്ടെ ബ്രോ. വാ, സമയം കളയാൻ രണ്ടാഴ്ച ചിറ്റ വാ ബ്രോ. വാ, സമയം കളയാൻ വാ ബ്രോ. വാ ബ്രോ, നമുക്ക് രണ്ടാഴ്ച സെറ്റ് ആവുന്നു. വാ. രേവതി, നീ എന്താ ഇവിടെ? നിങ്ങൾ എന്താ ഇവിടെ എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നു? നീ പുറം ചൊറിഞ്ഞു വരില്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ പുറം ചൊറിയാൻ വേണ്ടി വന്നാ. ശരി, ചൊറിഞ്ഞു കഴിഞ്ഞാലോ? ആ. ഇനി നേരെ വീട്ടിൽ പോവാം. വാ വാ. വീട്ടിൽ പോകാനോ? ഇപ്പോഴോ? നിങ്ങളുടെ ഏട്ടന് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ വേഷമൊക്കെ കിട്ടിയത്? അദ്ദേഹത്തിന് ഇപ്പൊ ഡീലർഷിപ്പ് കിട്ടി. ഇനി നമ്മൾ എന്തിനാ വേഷം കിട്ടി ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോരെ. ഇവിടെ വേറെന്തൊക്കെ ഏർപ്പാടെന്നാ പറഞ്ഞേ? ആ ഏർപ്പാടൊക്കെ എനിക്കറിയാം. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആള് ആംഗ്യം കാണിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ വീട്ടിൽ പോവാന്ന് ഞാൻ പറഞ്ഞത്. അത് പിന്നെ രേവതി, നമ്മള് നേരത്തെ പോകുന്നത് മോശാവില്ലേ? ഒരു മോശമില്ല. വാ വാ വാ. വാ, വാ. നിക്ക്. ദേ, ഒന്നും പറയണ്ട.